Dear students, locomotion and movement എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ള അടുത്ത പാർട്ടാണ് സ്കെലിറ്റൽ സിസ്റ്റം. മൂവ്മെൻറ്റിനും ലോക്കോമോഷനും നമുക്ക് വേണ്ട മറ്റൊരു ഓർഗനാണ് സ്കെൽറ്റൻ എന്ന് പറയുന്നത്. സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം ഈസ് മേഡ് അപ്പ് ഓഫ് ബോൺസ് ആൻഡ് കാർട്ടിലേജ്. നമ്മുടെ ശരീരത്തിന് ഒരു ഫ്രെയിം വർക്ക് തരുന്ന ഒരു സ്ട്രക്ചറാണ് ഈ സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ അത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോൺസ്, നമുക്കറിയാം എല്ലുകളും കാർട്ടിലേജുകൾ കൊണ്ടും നിർമ്മിച്ചതാണ് ഈ സ്കെൽറ്റൽ സിസ്റ്റം. അപ്പോൾ എന്തൊക്കെ തരം എല്ലുകളാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്, അതെങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതിലെ നമ്പർ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. സ്കെൽറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ framework of bones and a few cartilage. It is made up of bones and few cartilage. Bone and cartilage are specialized connective tissue. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ബോണും കാർട്ടിലേജും കണക്റ്റീവ് ടിഷ്യൂസ് ആണ് അല്ലേ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബോൺ ഹാസ് എ വെരി ഹാർഡ് മാട്രിക്സ് ഡ്യൂ ടു കാൽസ്യം സോൾട്ട് ഇൻ ഇറ്റ്, ആൻഡ് കാർട്ടിലേജ് ഹാസ് സ്ലൈറ്റ്ലി പ്ലയബിൾ മാട്രിക്സ് ഡ്യൂ ടു കോൺട്രക്റ്റിംഗ് സോൾട്ട്സ്. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസ് പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ദ സെൽസ് ആർ സ്കാറ്റേർഡ് ഇൻ മാട്രിക്സ്. മാട്രിക്സ് എന്ന് പറയുന്ന ഒരു ബേസിൻ്റെ അകത്താണ് സെല്ലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂസിൽ. അപ്പോൾ ആ മാട്രിക്സിൻ്റെ അകത്ത് ഹാർഡായിട്ടിരിക്കുന്ന ബോണ് എന്ന് പറയുമ്പോൾ ബോണിൻ്റെ മാട്രിക്സ് എപ്പോഴും ഹാർഡായിരിക്കും. അത് എവിടെയാണോ കാണുന്നത്, ആ കോശങ്ങൾ കാണുന്നത്, ആ ബേസിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. ആ മാട്രിക്സ് ഹാർഡായിട്ടിരിക്കുന്നു ബോൺസിൽ. അതിന് കാരണം എന്ന് പറയുന്നത് ബോൺസിൽ എന്തുകൊണ്ട്, കാൽസ്യം സോൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ കാർട്ടിലേജിനാണെങ്കിൽ ഈ കാൽസ്യം സോൾട്ടിന് പകരം മറ്റൊരു സോൾട്ടാണ് കോൺട്രക്റ്റിംഗ് എന്ന് പറയുന്ന സോൾട്ടുകളാണ്. അതുപോലെ കാർട്ടിലേജ് എന്ന് പറയുന്നത് ബോണിൻ്റെ അത്രയും ഹാർഡല്ല, ഇറ്റ് ഈസ് പ്ലയബിൾ. പ്ലയബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മാട്രിക്സ് ആണ് കാർട്ടിലേജിനുള്ള. കാർട്ടിലേജ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കാർട്ടിലേജിന് ബോണിൻ്റെ അത്രയും ഹാർഡ്നെസ് ഇല്ല. അതിന് ഉദാഹരണം നമുക്കറിയാവുന്നതാണ് നമ്മുടെ മൂക്കിൻ്റെ അറ്റത്തുള്ള നെയ്സൽ അല്ലേ, നെയ്സൽ അറ്റഭാഗത്ത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അവിടെ കാർട്ടിലേജ്. അതുപോലെ തന്നെ ചെവി അല്ലേ, ഇയർ പിന്ന എന്ന് പറയുന്ന ചെവിക്കുട നമ്മൾ മടക്കാൻ പറ്റുന്ന അത് നിർമ്മിച്ചിരിക്കുന്ന കാർട്ടിലേജ് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ നട്ടെല്ലിൻ്റെ ഇടയിലെല്ലാം ഉള്ള ഡിസ്ക്, അതും കാർട്ടിലേജ്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കാർട്ടിലേജ് നമുക്ക് ഉണ്ട്. In human being, skeletal system is made up of 206 bones and a few cartilage. നമുക്കുടെ ബോണിൻ്റെ അകത്ത് സ്കെൽറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോൺസ് ഉണ്ട്, 206 ബോൺസ് ഉണ്ട്. ഇറ്റ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു 2 പ്രിൻസിപ്പൽ ഡിവിഷൻസ്. ഇതിൻ്റെ അകത്ത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. വൺ ഈസ് ആക്സിയൽ സ്കെൽറ്റൻ ആൻഡ് സെക്കൻഡ് ഈസ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ഒന്ന് നമ്മുടെ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയും, പിന്നെ അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ആക്സിസ് ഭാഗത്തുള്ള ബോണുകൾ. ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ നെടുംതൂണായിട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സ്കള്ള്, വെർട്ടിബ്രൽ കോളം, റിബ്സ്, ഇതൊക്കെ വരുന്ന ഭാഗമാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഇത്രയും ഭാഗത്തിനെയാണ് ആക്സിയൽ റീജിയൻ എന്ന് പറയും. ആക്സിസ് ആയിട്ടിരിക്കുന്ന ഭാഗം, അത് ആ ഭാഗത്തുള്ള ബോണുകളെ എല്ലാമാണ് ആക്സിയൽ സ്കെൽറ്റൻ. ഇനി അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെയും കാലിലെയും ബോൺ, അപ്പൻഡേജസിലുള്ള ബോണുകൾ. കൈ എവിടെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതും കയ്യിലെ ബോൺസ്, അതുപോലെ കാലെവിടെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ബോൺസും കൂടി ചേർന്നതാണ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആക്സിയൽ സ്കെൽറ്റൻ കംപ്രൈസസ് 80 ബോൺസ്. ഇതിൻ്റെ എണ്ണമൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത് ആക്സിസ് ആയിട്ടിരിക്കുന്ന ഈ ഭാഗത്തുള്ള ബോണുകളാണ്. അവ എന്ന് പറയുന്നത് എത്ര എണ്ണം വരും, 80 ആണ്, 80 എണ്ണം. ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ മെയിൻ ആക്സിസ് ഓഫ് ദ ബോഡി. നമ്മുടെ പ്രധാന ആക്സിസിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ആക്സിയൽ സ്കെൽറ്റനിൽ വരുന്ന ഏതൊക്കെ എല്ലുകളാണ് വരുന്നതെന്ന് നോക്കാം. ഒന്ന് ദ സ്കൾ ബോൺ. സ്കൾ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലെ ബോണിനെയാണ് നമ്മൾ സ്കൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടെല്ല്. സ്റ്റേർണം എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ച് ഭാഗത്തുള്ള ഒരു എല്ലുണ്ട് ഈ ഭാഗത്ത്. ആ
ആ എല്ലിനെയാണ് സ്റ്റെർണം എന്ന് പറയുന്നത്. ഇനി റിബ്സ്, റിബ്സ് എന്ന് പറയുന്നത് എന്താണ്? വാരിയെല്ലുകൾ അല്ലേ. അപ്പം തലയോട്ടി അല്ലെങ്കിൽ സ്കൾ, വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ല്, സ്റ്റേർണം എന്ന് പറയുന്ന നെഞ്ചെല്ല്, പിന്നെ വാരിയെല്ലുകളെയാണ് നമ്മൾ റിബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബോണുകൾ ചേരുന്നതിനെയാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സ്കൾ ബോണാണ്. ദ സ്കൾ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 sets ഓഫ് ബോൺസ്. 2 സെറ്റ് ബോണുകൾ നമ്മുടെ സ്കളിൽ ഉണ്ട്. അത് മൊത്തത്തിൽ വരുന്നത് സ്കളിലുള്ള ബോൺസ് 22 ബോൺസ് ആണ്. ആൻഡ് ഹയോയിഡ് ബോൺ ആൻഡ് ഇയർ ഓസിക്കിൾസ്, ഇത്രയും ബോൺസാണ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ആ സ്കളിലുള്ള ബോണുകൾ? ഈ കാണുന്ന എല്ലാം ഓരോ ബോണുകളാണ്. അപ്പം മൊത്തത്തിൽ സ്കൾ ബോൺ മൊത്തം കൂടി എടുത്താൽ നമുക്ക് 29 ബോൺസ് ആണ് ഉള്ളത്. ബോൺസ് ഓഫ് സ്കൾ ഈസ് 29. ആ ബോൺസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാണ്. ക്രേനിയൽ ബോൺസ്. ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്ന ഭാഗം. ബ്രെയിൻ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ക്രേനിയം എന്ന് പറയുന്നത്. ബ്രെയിൻ ബോക്സിനെയാണ് നമ്മൾ ക്രേനിയം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിൻ ഇരിക്കുന്ന ഭാഗത്തെ ബോണുകളെയാണ് നമ്മൾ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 29 ബോൺസിൽ ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രേനിയൽ ബോണുകൾ 8 ബോൺസാണ് വരുന്നത്. രണ്ടാമത്തത് ഫേഷ്യൽ ബോൺസ്. ഫേഷ്യൽ ബോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ബോണുകളാണ്. പിന്നുള്ളതൊരു ബോണാണ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇയറിൻ്റെ അകത്തുള്ള ചെവിയിലുള്ള ബോണുകൾ മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പസ്, അത് 3 ജോഡിയാണ്. ഈ ബോൺസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 29 ബോൺസാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്കൾ ബോൺസിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ക്രേനിയൽ ബോൺസ്. ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത് ബ്രെയിൻ ബോക്സിൽ കാണുന്ന ബോൺസ്. അത് എത്ര എണ്ണം ഉണ്ട്? 8 ബോൺസ് ആണുള്ളത്. ദേ ഫോം ദ ഹാർഡ് പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ് ക്രേനിയം ഫോർ ദ ബ്രെയിൻ. ക്രേനിയം കവറിങ് ആണ് അല്ലേ, ബ്രെയിനിനെ കവർ ചെയ്യുന്ന ബോൺസ്. അങ്ങനെ 8 ബോൺസ് ആണ് നമ്മുടെ ക്രേനിയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ 4ഉം അപ്പുറത്തെ സൈഡിൽ 4ഉമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ബോൺസ് എന്നുള്ളത് നമുക്ക് പറയാം. അതിൽ ഈ നമ്മുടെ നെറ്റി ഭാഗത്ത് കാണപ്പെടുന്ന ബോണാണ് ഇത്, ഫ്രോണ്ടൽ ബോൺ. ഇത് ഒരെണ്ണം ഒരു സൈഡിലേതാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ ഒരെണ്ണം അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ഫ്രോണ്ടൽ ബോൺ, അതിന് തൊട്ട് പുറകിലുള്ള ഇത്രയും പ്രദേശത്തെ ബോൺസിനെ പറയുന്നത് ഒറ്റ പീസ് ഓഫ് ബോണാണ്. അതിന് പറയുന്ന പേരാണ് പെറൈറ്റൽ ബോൺ. ആൻഡ് ദിസ് ടെമ്പറൽ ബോൺ, നമ്മുടെ ചെവിയുടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ബോണാണ് ടെമ്പറൽ ബോൺ. ആൻഡ് നമ്മുടെ ബാക്ക് സൈഡിൽ പുറകിൽ അല്ലേ, ബ്രെയിനിൻ്റെ പുറകു ഭാഗത്തുള്ള ഈ ബോണിനെയാണ് ഓക്സിപിറ്റൽ ബോൺ. അങ്ങനെ 4 ബോണുകൾ. ഏതൊക്കെയാണ് ആ ബോൺസ് നോക്കുക? ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. ഫ്രോണ്ടൽ, പെറൈറ്റൽ, ടെമ്പറൽ ആൻഡ് ഓക്സിപിറ്റൽ. ഒരു സൈഡിലെയാണ് 4 എണ്ണം. ഇതേപോലെ അപ്പുറത്ത് 4 എണ്ണം. അപ്പോൾ 4 വരുമ്പോൾ നമുക്ക് 8 ബോൺസ് ആണ് നമ്മുടെ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ഫ്രോണ്ടലുണ്ട്, 2 പെറൈറ്റലുണ്ട്, 2 ടെമ്പറലുണ്ട്, 2 ഓക്സിപിറ്റൽ. ടോട്ടൽ 8 ബോൺസ്. ഇനി നമുക്ക് പറഞ്ഞിരുന്നത് ഫേഷ്യൽ ബോൺസ്, മുഖത്തുള്ള ബോണുകൾ. അത് 14 എണ്ണമാണ് ഉള്ളത്. അതിൻ്റെ നമുക്ക് എല്ലാ ബോൺസിനെ കുറിച്ചും പഠിക്കണ്ട, പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക എന്തൊക്കെ ബോൺസാണ് അവിടെ ഉള്ളത്. അതിലൊന്ന് സ്ഫീനോയിഡ് ബോൺസ്, എത്മോയിഡ് ബോൺസ്, ലാക്രിമൽ ബോൺ, നെയ്സൽ ബോൺ, സൈഗോമാറ്റിക് ബോൺസ്, മാക്സില. അങ്ങനെ ഉള്ള ബോൺസാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് 14 എണ്ണമാണ് ഉള്ളത്. നമുക്ക് അതിൻ്റെ പേരുകളൊന്നും വേണ്ട, 14 ബോൺസ് ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി. The facial region is made up of 14 skeletal elements which form the front part of the skull. നമ്മുടെ മുഖത്തെ ഇത്രയും ഭാഗത്തെ ബോണുകളെയാണ് നമ്മൾ ഫേഷ്യൽ ബോൺസ് എന്ന് വിളിക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞ ഒരു ബോണുണ്ട്. A single U-shaped bone called hyoid is present at the base of the buccal cavity and it is also included in the skull. നമ്മുടെ സ്കൾ ബോണുമായിട്ട് ചേർന്നൊരു ബോണാണ് ഹയോയിഡ് എന്ന് പറയുന്ന ബോൺ. ഇത് ഈ കാണിക്കുന്ന ഈ യു ഷേപ്പിലിരിക്കുന്ന ഒരു ബോൺ നമ്മുടെ താഴെ, അതായത് താടിയെല്ലിൻ്റെ താഴെയായിട്ട് ഉള്ളിൽ നമ്മുടെ നെക്ക് തുടങ്ങുന്ന ഭാഗത്ത് നമുക്ക് തൊട്ട് നോക്കിയാൽ കാണാവുന്ന ഒരു ബോണാണ്
നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബോണാണ് ഈ ഹയോയിഡ് എന്ന് പറയുന്ന ബോൺ. അത് ശരിക്കും പറഞ്ഞാൽ ഈ താടിയെല്ലിനൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അത് ഒരു യു ഷേപ്പിലിരിക്കുന്ന ബോണാണ് അറ്റ് ദ ബേസ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി. നമ്മുടെ ബക്കൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ വായയുടെ താഴെ ഭാഗത്ത് കാണുന്ന ബോണാണ്. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ ബോൺസിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഒരു ബോൺ, ഹയോയിഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഇയർ ഓസിക്കിൾ അല്ലെങ്കിൽ ചെവിക്കുള്ളിലെ ബോൺ. ഇപ്പോൾ ചെവി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇയർ എന്ന് പറയുന്നത് സ്കൾ ബോണിൻ്റെ അകത്താണ് കാണുന്നത് അല്ലേ. സ്കൾ ബോണിൻ്റെ ഉള്ളിലാണ് ഇയറിൻ്റെ അവയവങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിഡിൽ ഇയർ എന്ന് പറയുന്ന ഭാഗത്ത് അല്ലേ. ഇയറിന് 3 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. അതിൽ മിഡിൽ ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ബോൺസ് ഉള്ളതായിട്ട് അല്ലേ. ആ 3 ബോൺസാണ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അങ്ങനെ 3 ബോൺ. ഇത് തൊട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ബോൺസ് ഒരു ചെവിയിലുണ്ട്. ഒരു ചെവിയിൽ 3 ബോൺസും നെക്സ്റ്റ് ചെവിയിൽ അപ്പുറത്തെ സൈഡിലുള്ള ചെവിയിൽ 3 ബോൺസ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എത്ര ഇയർ ഓസിക്കിൾസ് ആണുള്ളത്? 6 ബോൺസ് ആണ് ഉള്ളത്. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ദേ ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഇയർ ഓസിക്കിൾസ്. അടുത്ത ഒരു റീജിയനാണ് ഇനി നമുക്കൊരു ടേം പഠിക്കാനുള്ളത് ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. ദ സ്കൾ റീജിയൻ ആർട്ടിക്കുലേറ്റ് വിത്ത് ദ superior region of the vertebral column with the help of 2 occipital condyle. നമ്മളിവിടെ പറഞ്ഞ ഒരു ഭാഗമാണ് ഓക്സിപിറ്റൽ ബോൺ എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലേ. ഓക്സിപിറ്റലിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ പ്രൊജക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഓക്സിപിറ്റൽ ബോണിൻ്റെ താഴെയായിട്ട് ഒരു പ്രൊജക്ഷൻ. ഒരു സൈഡിലുള്ള ബോണിൽ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2, ആ പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ. അപ്പോൾ 2 ഈ പ്രൊജക്ഷൻസ് ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് അപ്പുറത്തെ സൈഡ്. അതുകൊണ്ടാണ് അതിനെ ഡൈകോണ്ടിലിക് സ്കൾ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സ്കളിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് 2 ഈ പ്രൊജക്ഷൻസ് ഓക്സിപിറ്റൽ ബോണിൽ ഉണ്ട്. ആ പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ. ഈ ഓക്സിപിറ്റൽ കോണ്ടൈലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തലയോടിൻ്റെ താഴെയായിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? വെർട്ടിബ്രൽ കോളം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിപിറ്റൽ കോണ്ടൈൽ വന്ന് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലുള്ള വെർട്ടിബ്രൈ എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഓരോ ബോൺസാണ്. വെർട്ടിബ്രൽ കോളം നമ്മൾ പഠിക്കുമ്പോൾ പറയും. അപ്പോൾ ഈ വെർട്ടിബ്രൽ കോളവുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന റീജിയനാണ് ഈ ഓക്സിപിറ്റൽ കോണ്ടൈൽ. ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ബോണും സ്കളിലെ ബോണും വെർട്ടിബ്രൽ കോളത്തിൻ്റെ ബോണും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഓക്സിപിറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ബോണിൽ 2 പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കളിനെ ഡൈകോട്ടിലിഡിനിക് സ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരുന്നത് സ്കൾ ബോണിൻ്റെ ബോൺസ് എല്ലാം കൂടെ ചേർത്ത് 29 ബോൺസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് നട്ടെല്ലാണ് അല്ലേ. നട്ടെല്ലെന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ് നട്ടെല്ല് ഇരിക്കുന്നത്. ഈ ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. നട്ടെല്ല് അത്ര അങ്ങ് സ്ട്രെയിറ്റ് വടി പോലെയല്ല ഇരിക്കുന്നത് അല്ലേ, ഇച്ചിരി വളവുണ്ട്. അപ്പോൾ ഇതിന് 5 ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് സെർവിക്കൽ റീജിയൻ. സെർവിക് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം, ഒരു മനുഷ്യൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള വെർട്ടിബ്രയാണ് ഇത്. പിന്നെ നെഞ്ച് ഭാഗത്ത് വരുന്ന വെർട്ടിബ്രയാണ് തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയും. ദിസ് റീജിയൻ, ഈ ഭാഗം നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗമാണ് ലുംബാർ എന്ന് പറയുന്ന ഭാഗം. അതിന് താഴെയോട്ടുള്ള ഭാഗമാണ് സേക്രം ആൻഡ് അറ്റം, അത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ അറ്റത്തിന് പറയുന്ന പേരാണ് കോക്സിക് എന്ന് പറയും. അപ്പോൾ സെർവിക്കൽ റീജിയൻ, തൊറാസിക് റീജിയൻ, ലുംബാർ റീജിയൻ, സേക്രൽ റീജിയൻ ആൻഡ് കോക്സിക് റീജിയൻ. അങ്ങനെ 5 റീജിയൻസ് ആണ് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗത്തെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്ന സ്മോൾ ബോൺസ് ആണ്. ഇതെല്ലാം റിംഗ് ഷേപ്പിലിരിക്കുന്ന ബോണുകൾ ഇങ്ങനെ കോർത്തിട്ടേക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വെർട്ടിബ്രൽ കോളത്തിൽ 26 ബോൺസ് ആണ് ഉള്ളത്. നമ്മുടെ ഈ ഓരോ ബോണിനെയും നമ്മൾ
വെർട്ടിബ്രേ എന്നാണ് വിളിക്കുന്നത്. വെർട്ടിബ്രേ എന്ന് പറയും. അപ്പോൾ ഓരോ വെർട്ടിബ്രേ നമ്മൾ എണ്ണുമ്പോൾ അത് മൊത്തത്തിൽ എണ്ണി നോക്കുമ്പോൾ 33 ബോൺസ് ആണ് ഉള്ളത്. പക്ഷേ അത് ചില ബോണുകളെല്ലാം ഫ്യൂസ് ചെയ്താണ് ഇരിക്കുന്നത്, ഒന്നിച്ച് ഒറ്റ ബോണായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എണ്ണം എടുക്കുമ്പോൾ അത് എത്രയേ ഉള്ളൂ, 26 ബോൺസേ ഉള്ളൂ. അപ്പോൾ എവിടൊക്കെയാണ് ഓരോ ബോൺസ് ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് സെർവിക്കൽ റീജിയൻ, ബോൺസ് ഓഫ് വെർട്ടിബ്രൽ കോളം പറഞ്ഞിരിക്കുന്നത് made up of 26 bones called vertebrae and 5 types of vertebrae are there. 5 തരം വെർട്ടിബ്രേകളാണ്. കശേരുക്കൾ എന്നാണ് വെർട്ടിബ്രയുടെ മലയാളം പറയുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത്, സെർവിക്കൽ റീജിയനിൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് എത്ര വെർട്ടിബ്രേ ഉണ്ട്? 7 എണ്ണം ഉണ്ട്. തൊറാസിക് റീജിയനിൽ 12 വെർട്ടിബ്രയാണുള്ളത്. ലുംബാർ റീജിയനിൽ 5 വെർട്ടിബ്രയാണുള്ളത്. സേക്രൽ റീജിയനിൽ 1 വെർട്ടിബ്രയാണുള്ളത്. കോക്സീജൽ റീജിയനിൽ 1 വെർട്ടിബ്ര. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ വെർട്ടിബ്രയുടെയൊക്കെ പ്രത്യേകതയാണ്. അപ്പോൾ വെർട്ടിബ്രൽ കോളത്തിൽ our vertebral column is formed by 26 serially arranged units called vertebrae and is dorsally placed. എവിടെയാണ് വെർട്ടിബ്രൽ കോളം വരുന്നത്? നമ്മുടെ ഡോഴ്സൽ സൈഡിലാണ്. അതിൻ്റെ ഓരോ ബോൺസിനെയാണ് നമ്മൾ വെർട്ടിബ്രേ എന്ന് പറയുന്നത്. It extends from the base of the skull and continues the main framework of the trunk. നമ്മുടെ സ്കൾ ബോണിൻ്റെ തൊട്ട് താഴേന്ന് തുടങ്ങി, ബേസിൽ നിന്ന് തുടങ്ങി നമ്മുടെ ട്രങ്ക് അവസാനിക്കുന്ന ഭാഗം, നമ്മുടെ ഉടൽ അവസാനിക്കുന്ന ഈ ഭാഗത്ത് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു മെയിൻ ഫ്രെയിംവർക്കായിട്ട്, ഒരു ചട്ടക്കൂടായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ വെർട്ടിബ്രയുടെ ഒരു സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലുള്ള 33 വെർട്ടിബ്രയാണ് നമ്മുടെ സ്കളിൽ ഉള്ളത്. അപ്പോൾ ഈ സ്കളല്ല, വെർട്ടിബ്രൽ കോളത്തിലുള്ളത്. അപ്പോൾ ഈ വെർട്ടിബ്രൽ കോളത്തിൽ ഈ ഓരോ റിംഗ് ഷേപ്പ് ബോൺസിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ ബോണിൻ്റെ നടുക്കായിട്ട് ഒരു കനാലുണ്ട് അല്ലേ? ആ കനാലിനെ നമ്മൾ ന്യൂറൽ കനാൽ എന്ന് പറയും. കാരണം ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ നടുക്കൂടാണ് നമ്മുടെ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. എന്താണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്? ബ്രെയിനിൻ്റെ കണ്ടിന്യൂഷനെയാണ് നമ്മൾ സുഷുമ്ന നാഡി അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പൈനൽ കോഡയിലാണ് ഈ വെർട്ടിബ്രേകൾ കോർത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈച്ച് വെർട്ടിബ്രേ ഹാസ് എ സെൻട്രൽ ഹോളോ പോർഷൻ ഓർ ദ ന്യൂറൽ കനാൽ ത്രൂ വിച്ച് ദ സ്പൈനൽ കോഡ് പാസസ്. സ്പൈനൽ കോഡ് ഇതിൻ്റെ അകത്തൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതിൽ ഈ ഭാഗത്ത് ഇങ്ങനെ 2 പ്രൊജക്ഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ പല ബോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ്, റിബ്സ് പോലുള്ള ബോൺസുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രൊജക്ഷൻസൊക്കെ ഉള്ളത്. ഇനി നമുക്ക് നോക്കാം. അതിൽ സെർവിക്കൽ റീജിയനിലുള്ള വെർട്ടിബ്രയിലെ ഫസ്റ്റ് വെർട്ടിബ്രയ്ക്ക് വിളിക്കുന്ന പേരാണ് അറ്റ്ലസ് വെർട്ടിബ്രേ. ദ ഫസ്റ്റ് വെർട്ടിബ്രേ ഈസ് ദ അറ്റ്ലസ് ആൻഡ് ഇറ്റ് ഇസ് ആർട്ടിക്കുലേറ്റ് വിത്ത് ദ ഓക്സിപിറ്റൽ കോണ്ടൈൽ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സ്കൾ ബോണിൻ്റെ ഓക്സിപിറ്റൽ ബോൺസിൽ 2 പ്രൊജക്ഷൻസ് ഉണ്ട്. അതാണ് ഈ ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അതിന് സപ്പോർട്ട് കൊടുക്കും. ഫസ്റ്റ് വെർട്ടിബ്രയാണ് അറ്റ്ലസ് എന്നുള്ളത് ഓർക്കുക. ഇനി രണ്ടാമത്തെ വെർട്ടിബ്രയാണ് ആക്സിസ് എന്ന് പറയുന്നത്. ആദ്യത്തെ വെർട്ടിബ്രേ അറ്റ്ലസ് എന്നും രണ്ടാമത്തെ വെർട്ടിബ്രേ ആക്സിസ് എന്നും. അപ്പോൾ സെർവിക്കൽ റീജിയനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 7 വെർട്ടിബ്രയാണ്. അതിൽ ഫസ്റ്റ് വെർട്ടിബ്രേനെ വിളിക്കുന്ന പേര് അറ്റ്ലസ് എന്നും രണ്ടാമത്തെ വെർട്ടിബ്രേനെ വിളിക്കുന്ന പേര് ആക്സിസ് എന്നും. അപ്പോൾ ഈ അറ്റ്ലസും ആക്സിസും ആണ് നമ്മുടെ ഈ തലയോട്ടിനെ ഇവിടെ ഒരു താങ്ങ് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇനി ബാക്കി വെർട്ടിബ്രേകൾ 5 എണ്ണം താഴോട്ടുണ്ട്. അതെല്ലാം കൂടി ചേർന്നാണ് സെർവിക്കൽ വെർട്ടിബ്രേ എന്ന് പറയുന്നത്. The vertebral column is differentiated into cervical, thoracic, lumbar, sacral, coccygeal regions. അതിൽ ഈ കഴുത്ത് ഭാഗത്തുള്ള വെർട്ടിബ്രേ എന്ന് പറയുന്നത് 7 എണ്ണമാണ്. കഴുത്ത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന നെഞ്ച് ഭാഗം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ റിബ്സ് ഒക്കെ വരുന്ന ഭാഗമാണ് തൊറാസിക് വെർട്ടിബ്രേ. ഈ ഭാഗത്തുള്ള വെർട്ടിബ്രേക്ക് പറയുന്ന പേരാണ്, കശേരുക്കൾക്ക് പറയുന്ന പേരാണ് തൊറാസിക് വെർട്ടിബ്രേ. അത് കഴിഞ്ഞ് നമ്മുടെ ഇടുപ്പ്, വയറിൻ്റെ ആ ഭാഗം വരുമ്പോൾ, ഇടുപ്പ് ഭാഗം വരുന്നിടത്ത് പുറയിലുള്ള ഭാഗത്തിനെയാണ് ലുംബാർ വെർട്ടിബ്രേ ഉള്ളത്. അപ്പോൾ എണ്ണം നോക്കുക, സെർവിക്കലിൽ 7, തൊറാസിക്കിൽ 12, ലുംബാറിൽ 5.
ഇനി നെക്സ്റ്റ് സേക്രൽ. സേക്രൽ എന്ന് പറയുന്ന വെർട്ടിബ്രയിൽ ഈ ഭാഗമാണ്. അവിടെ 4 ബോൺസ് ആണ്. ഈ 4 ബോൺസ് ഫ്യൂസ് ചെയ്ത് ഒറ്റ പീസായിട്ടാണ് ഇരിക്കുന്നത്. ആ ബോണിനെ വിളിക്കുന്ന പേരാണ് സിൻസേക്രം എന്ന് പറയും. അത് ജോയിൻ ചെയ്തിരിക്കുന്ന വെർട്ടിബ്രയാണ്. അതേപോലെ കോക്സീജിയൽ വെർട്ടിബ്ര എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇത് സേക്രം, അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഭാഗമാണ് കോക്സീജിയൽ വെർട്ടിബ്ര. ഇവിടെയും 4 ബോൺസ് ഉണ്ട്, 4 വെർട്ടിബ്രയുണ്ട്. പക്ഷെ അത് ഫ്യൂസ് ചെയ്ത് ഒരു കഷ്ണമായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എണ്ണം എടുക്കുമ്പോൾ 26 ബോൺസ് ആണ് ഉള്ളത്. അത് നമ്മൾ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ബോണിൻ്റെ എണ്ണം ഓർത്തിരിക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാമൽസിലെല്ലാം തന്നെ the number of cervical vertebrae are 7 in almost all mammals including human being. ഹ്യൂമൻ ബീയിങ് ഉൾപ്പെടെയുള്ള ഏത് മാമലിനെ നമ്മൾ സസ്തനി എടുത്താലും അവരുടെ കഴുത്തിൽ എത്ര വെർട്ടിബ്രയുണ്ട്? 7 വെർട്ടിബ്ര കാണും. ഇപ്പം നമ്മളൊരു ജിറാഫിനെ എടുക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു റാറ്റിനെ എടുക്കുക, റാബിറ്റിനെ എടുക്കുക, ക്യാറ്റ് എടുക്കുക, ഏത് മാമൽ എടുത്ത് നോക്കിയാലും അവർക്കെല്ലാം എത്ര വെർട്ടിബ്രയാണ് കഴുത്തിനുള്ളത്? 7 വെർട്ടിബ്രയുണ്ടെന്നുള്ളത് മാമലിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. വെർട്ടിബ്രൽ കോളം ഇൻ ദ സെർവിക്കൽ റീജിയൻ ആർ 7 in നമ്പേഴ്സ്. അത് മാമൽസിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. The vertebral column protects the spinal cord, support the head, and serves as the point of attachment for the ribs and musculature of the back. അപ്പോൾ നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഫംഗ്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. ഈ വെർട്ടിബ്രൽ കോളത്തിൻ്റെ നടുക്കൂടാണ് നമ്മുടെ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ സ്പൈനൽ കോഡിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഇറ്റ് സപ്പോർട്ട്സ് ദ ഹെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ്ലസ് ആക്സിസ് വെർട്ടിബ്ര എന്ന് പറയുന്നത് ആരെ താങ്ങി നിൽക്കുന്നുണ്ട്? സ്കള്ളിനെ അല്ലെങ്കിൽ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഫോർ റിബ്സ്. വെർട്ടിബ്രൽ കോളത്തിലാണ് ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? റിബ്സും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ് മസ്കുലേച്ചർ ഓഫ് ദി ബാക്ക്. നമുക്കറിയാം നമ്മുടെ പുറത്ത്, ശരീരത്തിൻ്റെ പുറത്ത് ഒക്കെ ഡോഴ്സൽ സൈഡിലൊക്കെ ധാരാളം മസിൽസ് ഉണ്ട്. നമുക്ക് സ്ട്രെങ്തൻ തരുന്ന, നമ്മുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന മസിൽസ്. ആ മസിൽസിൻ്റെ എല്ലാ അറ്റാച്ച്മെൻറ്റിനും ഈ വെർട്ടിബ്രൽ കോളം സഹായിക്കുന്നുണ്ട്. ആ മസിൽസ് എല്ലാം ഈ നട്ടലയിലും നമ്മുടെ റിബ്സയിലും ഒക്കെ ആയിട്ടാണ് അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റേർണം is a flat bone on the ventral midline of the thorax. സ്റ്റേർണം എന്ന് പറയുന്നത് വെർട്ടിബ്രൽ കോളം ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂവിൽ ബാക്കിലാണ് എന്ത് വരുന്നത്? വെർട്ടിബ്രൽ കോളം. അതിൻ്റെ മുന്നിലുള്ള ഈ ചെറിയ ബോണിനെയാണ്, ഇത്രയും ഭാഗം ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഒരു പരന്ന ബോണിനെയാണ് നമ്മൾ സ്റ്റെർണം അല്ലെങ്കിൽ നെഞ്ചെല്ല് എന്ന് പറയും. അതൊരു ഫ്ലാറ്റ് ബോണാണ്. എവിടെയാണ് കാണുന്നത്? വെൻട്രൽ മിഡ് ലൈൻ ഓഫ് ദ തൊറാക്സ്. നമ്മുടെ നെഞ്ച് ഭാഗത്ത് കാണുന്ന ഒരു ബോണിനെയാണ് നമ്മൾ സ്റ്റെർണം അല്ലെങ്കിൽ നെഞ്ചെല്ല് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് റിബ്സ് ആണ് പറയുന്നത്. റിബ്സ് എന്ന് പറയുന്നത് വാരിയെല്ലുകളാണ് അല്ലേ? എത്ര വാരിയെല്ലുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പം നോക്കാം എത്രയാണ് നമുക്കുള്ളത്. നമുക്ക് 24 റിബ്സ് ആണ് ഉള്ളത്. 24 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 12 pairs. റിബ്സ് ആർ ഫോംഡ് ഓഫ് 12 pairs ഓഫ് ബോൺസ്. 12 ജോഡി ബോണുകളാണ് റിബ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 types. 3 തരത്തിൽ അതിനെ ക്ലാസിഫൈ ചെയ്തു. തൊറാസിക് വെർട്ടിബ്രേ, റിബ്സ് ആൻഡ് സ്റ്റേർണം ടുഗദർ കോൾഡ് റിബ് കേജ്. അതായത് നമ്മുടെ നെഞ്ച് ഭാഗത്ത് തൊറാസിക് റീജിയനിൽ ഇതൊരു കൂട് പോലെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം നമ്മുടെ പുറകിൽ ബാക്ക് സൈഡിൽ വെർട്ടിബ്രൽ കോളം ഉണ്ട്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റിബ്സ് ഉണ്ട്. വാരിയെല്ലുകൾ അവിടുന്ന് തുടങ്ങി നമ്മുടെ നെഞ്ചെല്ലിലേക്ക് വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് പോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കേജ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു അറ പോലെയാണ് ഇരിക്കുന്നത്. ഇതിനുള്ളിലാണ് നമ്മുടെ ഹൃദയവും ലങ്സും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ റിബ് കേജ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള അവയവങ്ങളായ ഹൃദയത്തിനെയും ലങ്സിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോൺസാണ് ഈ തൊറാസിക് വെർട്ടിബ്രയും, തൊറാസിക് റീജിയനിലുള്ള വെർട്ടിബ്രയും റിബ്സും സ്റ്റെർണവും എല്ലാം കൂടി ചേർന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ റിബ് കേജ് എന്ന് പറയും. അപ്പോൾ വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ സി ഷേപ്പ് വന്നിട്ട് നമ്മുടെ നെഞ്ചെല്ലിലേക്ക്
അറ്റാച്ച് ചെയ്യുക. പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അത് 12 ജോഡിയുണ്ട്. ഈ 12 ജോഡികളെ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ 1 തൊട്ട് 7 വരെയുള്ള റിബ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഡയറക്റ്റ്ലി എവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നു? നമ്മുടെ നെഞ്ചെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ വരുന്ന ഒരു 7 റിബ്സ് നേരെ വന്ന് നമ്മുടെ എവിടേക്ക് അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? സ്റ്റെർണത്തിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ റിബുകളെ വിളിക്കുന്ന പേരാണ് ട്രൂ റിബ്സ് എന്ന് പറയും. ട്രൂ റിബ്സ്, യഥാർത്ഥ റിബ്സ്. 1 to 7 that is directly attached to sternum. വെർട്ടിബ്രൽ കോളത്തിൽ നിന്ന് തുടങ്ങി സ്റ്റെർണത്തിൽ അറ്റാച്ച് ചെയ്യുന്ന റിബുകളെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയുന്നത്. ഇനി 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും റിബുകൾ. 8ഉം 9ഉം 10ഉം നോക്കിയാൽ ഈ ഭാഗത്ത് വരുന്ന ഈ 3 8, 9, 10 എന്ന് പറയുന്ന റിബ്സ് വന്ന് 7ാമത്തെ റിബിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അതിന് ഡയറക്റ്റ്ലി സ്റ്റെർണവുമായിട്ട് കണക്ഷൻ ഇല്ല. ബാക്കിൽ നിന്ന് തുടങ്ങി അത് ഇവിടെ വന്ന് 7ാമത്തെ റിബിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇത് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ സച്ച് റിബ്സ് ആർ കോൾഡ് ആസ് ഫാൾസ് റിബ്സ്. അപ്പോൾ യഥാർത്ഥ റിബ്സ് അല്ല, അത് പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു റിബ്സാണ്, പക്ഷെ അത് നേരിട്ട് സ്റ്റെർണത്തിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. ആ റിബുകളെ വിളിക്കുന്ന പേരാണ് ഫാൾസ് റിബ്സ് എന്ന് പറയും. ഇനി മറ്റ് 2 റിബ്സ് ഉണ്ട്. നമ്മൾ ആകെ പറഞ്ഞ എത്രയാണ്? 12 ജോഡി അല്ലേ? 1 തൊട്ട് 7നെ നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയുന്നു. 8ഉം 9ഉം 10നെയും നമ്മൾ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കുന്നു. അടുത്തത് 11ഉം 12ഉം എന്ന് പറയുന്ന 2 റിബുകൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ അത് മുന്നോട്ട് വരുന്നില്ല. ഈ ബാക്കിൽ തന്നെ ഇങ്ങനെ 2 ബോൺസ് ഇങ്ങനെ വെറുതെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് മുന്നോട്ട് വരുന്ന പോലും ഇല്ല, ബാക്കിൽ ഇങ്ങനെ കമ്പ് പോലെ നിൽക്കുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ആ റിബുകളെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് റിബ്സ്. അതെങ്ങും അറ്റാച്ച് ചെയ്യുന്നില്ല, വെറുതെ നമ്മുടെ അബ്ഡോമിനൽ റീജിയനിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു റിബ്സ് ആയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ഫ്ലോട്ട് ചെയ്യുന്ന റിബ്സ് ആണെന്ന് വിളിക്കുന്നത്. അങ്ങനെ അതിന് പേര് കിട്ടി, ഫ്ലോട്ടിംഗ് റിബ്സ്. അപ്പോൾ റിബ്സുകൾ 3 തരം. ഇത് പഠിച്ചു വെക്കുക. ട്രൂ റിബ്സ് 1 to 7 റിബുകളെയാണ് നമ്മൾ ട്രൂ റിബ്സ്. ദേ ഡയറക്ട്ലി അറ്റാച്ച് ദ സ്റ്റെർണം. 8, 9 and 10 are false ribs which do not directly attach the sternum. പിന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയുന്നത് ഇസ് നോട്ട് കണക്റ്റഡ് ടു സ്റ്റെർണം. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും കണക്ട് ചെയ്യാത്ത 2 റിബാണ് 11ാമത്തേതും 12ാമത്തെയും റിബ്സ്. സോ ദേ ആർ കോൾഡ് ആസ് ഫ്ലോട്ടിംഗ് റിബ്സ്. There are 12 pairs. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. There are 12 pairs of ribs. Each rib is a thin flat bone connected dorsally to the vertebral column and ventrally to the sternum. Dorsal side നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെൻട്രലിൽ സ്റ്റേർണത്തിൽ അറ്റാച്ച് ചെയ്യും. It has 2 articulation surface on its dorsal and it is hence called dicephalic. അപ്പം റിബ്സിൻ്റെ അറ്റം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റിബ്സിൻ്റെ ഈ അറ്റത്ത് 2 സർഫസ് ഉണ്ട്, ആർട്ടിക്കുലേറ്റിംഗ് സർഫസുകളുണ്ട്. അത് 2 ഉള്ളതുകൊണ്ടാണ് നമ്മുടെ റിബുകളെ ബൈസെഫാലിക് എന്ന് പറയുന്നത്. 2 ഭാഗമുണ്ട്, 2 അറ്റാച്ച്മെൻറ്റ് വരുന്നത് കൊണ്ടാണ് അതിനെ ബൈസെഫാലിക് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് 7 റിബ്സ് ആർ കോൾഡ് ട്രൂ റിബ്സ്. Dorsally, they are attached to the thoracic vertebrae and ventrally connected to the sternum with the help of hyaline cartilage. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്തിൻ്റെ സഹായത്താലാണ്? ഒരു കാർട്ടിലേജ് കൊണ്ടാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റെർണത്തിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഒരു കാർട്ടിലേജിൻ്റെ സഹായത്താലാണ്. ആ കാർട്ടിലേജിനെ വിളിക്കുന്ന പേരാണ് ഹൈലിൻ കാർട്ടിലേജ്. The 8th, 9th and 10th pairs of ribs do not articulate directly with the sternum but join the 7th rib with the help of hyaline cartilage. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 8, 9, 10 ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എവിടെ വന്ന് ചേരുന്നുള്ളൂ? സ്റ്റെർണത്തിലാണ്. സ്റ്റെർണത്തെ അറ്റാച്ച് ചെയ്യുന്നില്ല, പകരം അത് 7th റിബിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ തരം റിബുകളെയാണ് നമ്മൾ ഫാൾസ് റിബ് എന്നോ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 2 pairs 11ാമത്തെയും 12ാമത്തെയും ഓഫ് റിബ്സ് ആർ കണക്റ്റഡ് വെൻട്രലി ആൻഡ് ആർ ദെർഫോർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അവരെ നമ്മൾ ഫ്ലോട്ടിംഗ് റിബ്സ് എന്ന് പറയും.
Thoracic vertebrae, ribs and sternum together form the rib cage. നമ്മൾ നേരത്തെ പറഞ്ഞാണ് വെർട്ടിബ്രൽ കോളത്തിലെ റിബുകൾ, വെർട്ടിബ്രൈകളും റിബ്സും സ്റ്റേണും ഒന്നിച്ച് ചേർന്നിട്ട് അതെന്തുണ്ടാവുന്നു? റിബ് കേജ് ഉണ്ടാവുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പൻഡിക്കുലാർ സ്കെൽറ്റനാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കി വെക്കുക. ആക്സിയൽ സ്കെൽറ്റനിലുള്ള ബോണുകൾ ഏതൊക്കെയാണെന്നും അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിലെ ബോണുകൾ ഏതൊക്കെയാണെന്നും അവയുടെ എണ്ണവും നമ്മൾ പഠിച്ചു. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ബോൺസ് എല്ലാം തന്നെ എന്താണ്? അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. അപ്പൻഡേജസ് ഉണ്ടാകുന്ന ഭാഗമാണ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ കൈകാലുകൾ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ ബോൺസ് ആണ് നമ്മുടെ കയ്യിലും കാലിലും ആയിട്ട് ഉള്ളത്. അപ്പോൾ കയ്യിലെ ബോൺസും കാലിലെ ബോൺസുമാണ്. അതേപോലെ തന്നെ കയ്യിലെ ബോണുകൾ നമ്മുടെ ഉടലിനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു കുറേ ബോണുകളുണ്ട്. അവയും ഈ കൈയും ചേരുന്ന ബോൺസിനെ നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ കാലെവിടെയാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ ബോൺസിനെ കുറിച്ചും പഠിക്കണം. നോക്കാം എന്തൊക്കെയാണ്. ദ ബോൺസ് ഓഫ് ദ ലിംസ് അലോങ് വിത്ത് ദർ ഗേർഡിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ബോൺസ് ഓഫ് ദ ലിംസ്, കൈകാലുകളിലെ ബോണുകളും അലോങ് വിത്ത് ദർ ഗേർഡിൽസ് എന്ന് പറയുന്നത് അവർ ആരുമായിട്ടാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ ബോണുകളെ പറയുന്ന പേരാണ് ഗേർഡിലുകൾ എന്ന് വിളിക്കും. ഇവിടെ ഒരു ഗേർഡിലുണ്ട്, കാൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഗേർഡിലുണ്ട്. അപ്പോൾ കൈ അറ്റാച്ച് ചെയ്യുന്ന ഗേർഡിലിനെ നമ്മൾ പെക്ട്രൽ ഗേർഡിലെന്നും കാൽ അറ്റാച്ച് ചെയ്യുന്ന ഗേർഡിൽസിനെ നമ്മൾ പെൽവിക് ഗേർഡിലെന്നും പറയും. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈച്ച് ലിംബ് ഈസ് മേഡ് അപ്പ് ഓഫ് 30 ബോൺസ്. ഓരോ ലിംബുകളും, നമുക്ക് കൈ രണ്ടും ഉണ്ട്, കാല് രണ്ടും ഉണ്ട് അല്ലേ. ഓരോ ലിംബ് നമ്മൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് 30 ബോൺസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ 30, ഇവിടെ 30, കാലേ 30, മറ്റേ കാലയിലും 30. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ മൊത്തത്തിൽ നമ്മൾ എടുത്താൽ ഇറ്റ് ഈസ് 126 ബോൺസ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് 126 ബോൺസ്. അവിടെ ഫോർ ലിംബ് എന്ന് പറയുന്നത് കൈകളെയാണ് നമ്മളിപ്പോൾ ഫോർ ലിംബ് എന്ന് പറയുന്നത്. അപ്പോൾ 30 ബോൺസ് ആണ് ഒരു കൈയിൽ. അപ്പോൾ 2 കൈ ആകുമ്പോൾ നമുക്ക് 60 ബോൺസ് ആണ്. ഹൈൻഡ് ലിംബ് എന്ന് പറയുന്നത് കാലാണ്. അപ്പോൾ കാലിൽ 30 ബോൺസ് ആണ്. 2 കാലും കൂടി ആകുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 60 ബോൺസ് വരുന്നു. പിന്നെ കൈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണിനെയാണ് നമ്മൾ പെക്ട്രൽ ഗേർഡിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പെക്ട്രൽ ഗേർഡിലെ ബോണുകളാണ് 2 വശത്തെയും പെക്ട്രൽ ഗേർഡിലാവുമ്പോൾ 4 ബോൺസ് ആവും. അതുപോലെ പെൽവിക് ഗേർഡിലും 2 ബോണുണ്ട്. അത് ഒരൊറ്റ ഫ്യൂണായിട്ടിരിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഈ സൈഡിലെ ഒരു ബോണും ഈ സൈഡിലെ ബോണുമായിട്ട് 2 ബോൺസ് ആയിട്ട് പറയുന്നത്. മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ബോൺസ് കിട്ടും? 126 ബോൺസ്. ആദ്യം നമ്മൾ പഠിച്ച ആക്സിയൽ സ്കെൽറ്റനിൽ 80 ബോൺസ് ആണ് അല്ലേ. 80ഉം 126ഉം കൂടെ ആകുമ്പോഴത്തേക്കിന് 206 ബോൺസ് നമുക്ക് ടോട്ടൽ കിട്ടും. അപ്പോൾ ഇതും കൂടി നമുക്ക് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ കൂടി പഠിക്കാം. ബോൺസ് ഓഫ് ദ ഹാൻഡ് ഓർ ഫോർ ലിംബ്. ഫോർ ലിംബിലെ ബോണുകളെ കുറിച്ചാണ് നമ്മളിനി പഠിക്കുന്നത്. ദ ബോൺസ് ഓഫ് ഹാൻഡ് ആർ ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന, കാർപ്പൽ, മെറ്റാകാർപ്പൽ ആൻഡ് ഫലാഞ്ചസ്. അങ്ങനെ കുറേ ബോണുകളുണ്ട്. അപ്പോൾ നോക്കാം. നമുക്ക് കൈയുടെ പാർട്സ് തന്നെ നമുക്കറിയാം. നമ്മുടെ കൈയുടെ അപ്പർ ആമാണ് അല്ലേ. ഇത് ലോവർ ആം, ഇവിടെ റിസ്റ്റ് എന്ന് പറയും, ഇത് പാം അല്ലേ, നമ്മുടെ കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ അപ്പർ ആം എന്ന് പറയുന്നത് കൈമുട്ടിന് മുകളിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ അപ്പർ ആം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബോണാണുള്ളത്. ഇറ്റ്സ് കോൾഡ് ആസ് ഹ്യൂമറസ്. ഇനി ലോവർ ആം എന്ന് പറയുന്ന ഭാഗം, അതായത് കൈമുട്ടിന് താഴെയുള്ള ഭാഗത്തിന് നമ്മൾ 2 ബോണുകളാണ് നമുക്കുള്ളത്. ദേ ആർ റേഡിയസ് ആൻഡ് അൾന എന്ന് പറയും. അപ്പം ഫസ്റ്റ് ബോണിനെ നമ്മൾ ഹ്യൂമറസ് എന്ന് വിളിക്കുന്നു. ലോവർ ആമിലുള്ള 2 ബോണുകളാണ് റേഡിയസും അൾണയും. പിന്നെ നമുക്ക് റിസ്റ്റ് ഭാഗം, റിസ്റ്റ് എന്നുള്ള ഭാഗം നമുക്കറിയാം അല്ലേ, കൈയിൻ്റെ ഈ ഭാഗം. ഈ ഭാഗത്ത് ഉള്ള ബോൺസിനെ നമ്മൾ കാർപ്പൽസ് എന്ന് വിളിക്കും. കാർപ്പൽസ്. ഈ കാർപ്പൽസ് 8 എണ്ണമാണുള്ളത്. 8 എണ്ണമുണ്ട്. 8 കാർപ്പൽസ്, ചെറിയ പെബിൾസ് പോലുള്ള ബോൺസ് ആണ് ഇവിടെ. എണ്ണി നോക്കിയാൽ നമുക്ക് 8 എണ്ണമുണ്ട്. ഇനി നമ്മുടെ കൈപ്പത്തിയുടെ ഭാഗത്തിനെ നമ്മൾ പാം എന്ന് വിളിക്കും. പാമിൽ നമുക്ക് 5 ബോൺസ് ഉണ്ട്. നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കൈപ്പത്തിയിൽ 5 നീളമുള്ള ബോൺസ് ഇങ്ങനെ ഉണ്ട്. അതിനെ മെറ്റാകാർപ്പൽസ് എന്ന് പറയും. ഇനി നമുക്കുള്ളത്
നമ്മുടെ വിരലുകളാണ് അല്ലേ, കയ്യിലെ വിരലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫലാഞ്ചസ് എന്ന് വിളിക്കും അല്ലേ. വിരലിലുള്ള ബോണുകളെയാണ് നമ്മൾ ഫലാഞ്ചസ് എന്ന് വിളിക്കും. അത് നമ്മൾ എണ്ണി നോക്കിയാൽ ഓരോ വിരൽ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് 3 ബോൺസ് വീതം ഉണ്ട്. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ 2 എണ്ണം മാത്രം. നമ്മുടെ തള്ളവിരലിൽ അല്ലെങ്കിൽ തമ്പിൽ 2 ബോൺസ്. അപ്പം നമ്മൾ കൂട്ടുക 3, ഈ 4 ബോൺസിൽ, ഈ 4 വിരളയിൽ നമുക്ക് 3 വീതമുള്ള ബോൺസ് ഉണ്ട്. അപ്പം 3 12 അല്ലേ. പിന്നെ വരുന്ന തള്ളവിരളയിലുള്ള 2 ബോൺ. അപ്പോൾ 12ഉം 2ഉം 14 ബോൺസ് ആണ് നമുക്ക് ഫലാഞ്ചസ് ഉള്ളത്. അപ്പം അങ്ങനെ 14 ബോൺസ് ആണ് നമ്മുടെ വിരലുകളിൽ ഉള്ളത്. അപ്പോൾ തള്ളവിരലിൽ മാത്രമേ ഉള്ളൂ 2, ബാക്കി എല്ലാ വിരലയിലും 3 കുഞ്ഞ് ബോൺസ്. അപ്പോൾ ടോട്ടൽ നമ്മൾ എണ്ണി നോക്കിയാൽ ഹ്യൂമറസ് 1, ഹ്യൂമറസ് ഇസ് ദിസ് ബോൺ, റേഡിയസ് ആൻഡ് അൾന ഇത് 2ഉം, പിന്നെ കാർപ്പൽ റെസ്റ്റ് ഭാഗത്തുള്ള ബോൺ 8 എണ്ണം ഉണ്ട്. മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്ന പാമിൽ 5 ബോൺസ് ഉണ്ട്. പിന്നെ ഫലാഞ്ചസിൽ 14 ബോൺസ്. ഇത് മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര ബോൺസ് കിട്ടും? 30 ബോൺസ്, 30 ബോൺസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 2 കൈയാണുള്ളത് അല്ലേ. ഇതിപ്പോൾ ഒരു കൈയുടെയാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ മറ്റേ കൈയും കൂടെ ആകുമ്പോൾ ഇതേപോലെ തന്നെ ബോൺസ് ഉണ്ട്. അപ്പോൾ 30ഉം 30ഉം 60 ബോൺസ് ആണ് നമുക്ക് കൈകളിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് വീണ്ടും ടാബുലർ കോളത്തിൽ വരച്ചിരിക്കുന്നത്. അടുത്തതിന് നമ്മൾ കാലിൻ്റെ ബോൺസ് നോക്കാം. കാലിലെ ബോൺ എന്ന് പറയുന്നത് കാലിൻ്റെ പാർട്സ് ആദ്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാലെന്ന് പറയുന്ന ഭാഗത്തിന് നമുക്ക് എന്തൊക്കെ റീജൻസ് ആണുള്ളത്? ഈ ഭാഗത്തിനെ നമ്മൾ നമ്മുടെ കാലിൻ്റെ തൊടഭാഗം അല്ലേ, തൈ എന്നാണ് പറയുന്നത്. THIGH, തൈ ബോൺ, തൈ റീജൻ. ഈ ഭാഗം നമ്മുടെ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്തിനെ നമ്മൾ ഷാങ്ക് എന്നാണ് പറയുന്നത്. ഷാങ്ക്, SHANK, ഷാങ്ക്. പിന്നെ നമ്മൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ആംഗിൾ, നമ്മുടെ ഈ ഭാഗത്തിനെ ആംഗിൾ എന്ന് പറയും. കാൽപ്പത്തിയെ നമ്മൾ ഫൂട്ട് എന്ന് പറയും അല്ലേ. കാലിലെ വിരലുകളെ നമ്മൾ ഫിംഗേഴ്സ് എന്നല്ല സാധാരണ പറയുന്നത്, ടോസ് എന്നാണ് പറയുന്നത്. TOES എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഭാഗത്തും തൈ റീജനിൽ ഒരു ബോൺ മാത്രമേ ഉള്ളൂ. ആ ബോണിൻ്റെ പേരാണ് ഫീമർ എന്ന് പറയും. തൈ ബോൺ അല്ലെങ്കിൽ ഫീമർ എന്നാണ് വിളിക്കുന്നത്. ഈ ബോണാണ് ഏറ്റവും വലിയ ബോൺ. നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട്. സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോണാണ് ഏറ്റവും ചെറിയ ബോൺ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ. നമ്മൾ ഇയറിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പിസ്. ആ സ്റ്റേപ്പിസ് തന്നെയാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ. ഏറ്റവും വലിയ ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫീമറാണ് അല്ലെ തൈ ബോണാണ്. ഇനി അടുത്ത ഭാഗം, അതായത് മുട്ടിന് താഴെയുള്ള ഭാഗത്തിനെ നമ്മൾ ടിബിയ ആൻഡ് ഫിബുല എന്ന് പറയുന്ന 2 ബോൺസ് ആണുള്ളത്. ടിബിയ ആൻഡ് ഫിബുല. ഇത് കഴിഞ്ഞ് കുറേ താഴോട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ആംഗിൾ റീജൻ, നമ്മുടെ ആംഗിൾസ് ആണ്. ഈ ആംഗിൾ റീജനിലുള്ള ഒരു ബോണാണ് ടാർസൽസ്. നമ്മൾ കയ്യിൽ പറഞ്ഞ കാർപ്പൽസ് എന്ന് പറഞ്ഞു. അതിന് പകരം കാലിൽ പറയുമ്പോൾ ടാർസൽസ്. നമ്മൾ കാർപ്പൽസിൻ്റെ അകത്ത് പറഞ്ഞ് 8 ബോൺസ് ഉണ്ടെങ്കിൽ ഈ ടാർസൽസ് 7 എണ്ണമേ ഉള്ളൂ. അതൊരു പ്രത്യേകതയാണ്. ടാർസൽസ് ആർ 7 ഇൻ നമ്പർ. പിന്നെ നമുക്കറിയാം ഫൂട്ട്, നമ്മുടെ കാൽപ്പത്തിയിൽ അതേപോലെ കൈപ്പത്തിയിലെ പോലെ തന്നെ 5 മെറ്റാടാർസൽസ് ഉണ്ട്. ഇവിടെ ടാർസൽസ് ആയതുകൊണ്ടാണ് ഇവിടെ മെറ്റാടാർസൽസ്. ഇത് 5 എണ്ണമാണ് കാൽപ്പത്തിയിൽ. 5 വിരലിലേക്ക് പോകുന്ന ലോങ് ബോണിനെയാണ് നമ്മൾ മെറ്റാടാർസൽസ് എന്ന് പറയും. പിന്നെ നമുക്കറിയാം ടോസ്, നമ്മുടെ വിരലുകൾ, കാലിലെ വിരലുകളെയാണ്. വിരലുകളിലും ഉള്ള ബോൺസ് ഫലാഞ്ചസ് എന്ന് തന്നെ പറയും. കൈ പോലെ തന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ തള്ളവിരലിൽ മാത്രം 2ഉം ബാക്കി എല്ലാ വിരലുകളിലും 3 കുഞ്ഞു ബോൺസ് വീതം ഉണ്ട്. അപ്പോൾ ടോട്ടൽ 14 ബോൺസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ബോൺസ് ഒന്നുകൂടി നോക്കുക. കാലിൽ ഫീമറാണ്, തൈ ബോൺ. പിന്നെ ടിബിയ ആൻഡ് ഫിബുല, നമ്മുടെ ഷാങ്ക് റീജനിൽ. ആംഗിൾ റീജനിലുള്ള ബോണുകളെ ടാർസൽ എന്ന് വിളിക്കും. കാൽപ്പത്തിയിലുള്ള ബോൺസിനെ മെറ്റാടാർസൽസ് എന്ന് വിളിക്കുന്നു. ലാസ്റ്റിലത്തെ ഫിംഗേഴ്സിൽ അല്ലെങ്കിൽ ടോസിലുള്ള ബോൺസിനെ നമ്മൾ ഫലാഞ്ചസ് എന്ന് പറയും. ഇതൊന്നും കൂടാതെ വേറെ ഒരു ബോൺ കൂടിയുണ്ട്. നമുക്കറിയാം മുട്ടിൻ്റെ ചിരട്ട എന്ന് പറയുന്ന ബോണുണ്ട് അല്ലേ. ആ ബോണിനെ വിളിക്കുന്ന പേരാണ് പറ്റല്ല എന്ന് പറയും. പറ്റല്ല എന്ന് പറയുന്ന ബോൺ. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നമുക്ക് എത്ര ബോൺസ് കിട്ടും? 30 ബോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബോൺസ് ഓഫ് ദ ലെഗ് അല്ലെങ്കിൽ ഹൈൻഡ് ലിംബ്, ഫീമർ അല്ലെങ്കിൽ തൈ ബോൺ, ദ ലോങ്സ്റ്റ് ബോൺ,
tibia and fibula, ഇത് രണ്ടും bones. Tarsals, the ankle bones 7 in number, metatarsals 5 in number, and phalanges 14 in number are the bones of the legs. A cup-shaped bone called patella cover the knee ventrally, called as kneecap. knee cap എന്നാണ് പറയുന്നത് അല്ലേ, മുട്ടിൻ്റെ ചിരട്ടാന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു കപ്പ് പോലെ ഇരിക്കുന്ന ഒരു ബോണാണ്, നമ്മുടെ മുട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബോണാണ് ഈ നീ ക്യാപ്പ് എന്ന് പറയുന്ന ഭാഗം. നീ എന്ന് പറയുന്നതാണ് മുട്ട അല്ലേ, മുട്ടിൻ്റെ പുറത്തുള്ള പുറമേ കാണുന്ന ബോണിനെയാണ് നമ്മൾ പറ്റല്ല. അപ്പോൾ ഈ ബോണുകളെല്ലാം ഒന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 30 ബോൺസ് ഉണ്ട്. അപ്പോൾ 30 ബോൺസ് 2 കാലും കൂടെ ആകുമ്പോൾ 60 ബോൺസ് നമുക്ക് കിട്ടും. ഇത് 30 ബോൺസ് വരും. 2 ബോണും കൂടെ 2 കാലും കൂടെ ആകുമ്പോൾ 30 + 30 60 ബോൺസ് ആണ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞത് ഈ കൈയും കാലും അല്ലേ, കൈയും കാലും നമ്മുടെ ഉടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില ബോണുകളുണ്ട്. ആ ബോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേർഡിൽ എന്ന് വിളിക്കും. അപ്പോൾ കൈ അറ്റാച്ച് ചെയ്യുന്ന ബോണുകളെയാണ് പെക്ട്രൽ ഗേർഡിൽ എന്ന് പറയും. കാൽ അറ്റാച്ച് ചെയ്യുന്ന ബോണിനെ നമ്മൾ പെൽവിക് ഗേർഡിൽ. അപ്പോൾ ആദ്യം നമ്മൾ പെക്ട്രൽ ഗേർഡിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ കൈയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കൈ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഈ ബോണിനെയാണ് നമ്മൾ പെക്ട്രൽ ഗേർഡിൽ എന്ന് പറയുന്നത്, ഈ ഭാഗം. The pectoral girdle bone help in the articulation of the upper limb with the axial skeleton. നമ്മുടെ അപ്പർ ലിംബ്, നമ്മുടെ കൈകളെ നമ്മുടെ ആക്സിയൽ സ്കെൽറ്റനുമായിട്ട് ബന്ധിപ്പിക്കുന്ന, അതായത് ഈ റിബ്സും ആക്സസുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പെക്ട്രൽ ഗേർഡിൽ. ഈച്ച് ഹാഫ് ഓഫ് പെക്ട്രൽ ഗേർഡിൽ കൺസിസ്റ്റ് ഓഫ്, ഈച്ച് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു പെക്ട്രൽ ഗേർഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലും ഒരു പെക്ട്രൽ, നമ്മുടെ ഈ ഭാഗത്തും പെക്ട്രൽ ഗേർഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. It is consist of a clavicle and a scapula. ഇതിനകത്ത് 2 ബോണുകളുണ്ട്. ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഒരു എല്ല് ഉണ്ട്, അതുകൂടാതെ ഒരു ബ്രോഡ് ബോണാണ് സ്കാപ്പുല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ബോണിൻ്റെ പ്രത്യേകത. നമുക്ക് നമ്മുടെ പുറകിൽ, കൈയുടെ പുറകു ഭാഗത്തായിട്ട് നോക്കിയാൽ ബാക്ക് സൈഡിൽ പുറത്ത് നമുക്ക് കാണാവുന്ന ഒരു ഫ്ലാറ്റ് ബോണാണ് സ്കാപ്പുല. Scapula is a large triangular flat bone situated in the dorsal part of the thorax between the 2nd and the 7th ribs. നമ്മുടെ വാരിയെല്ലിൻ്റെ ഈ ഭാഗത്തായിട്ട് 7 തൊട്ട് എവിടെ തൊട്ടാണ് പറഞ്ഞിരിക്കുന്നത്? തൊറാക്സ് 2nd and 7th വെർട്ടിബ്ര, 2ാമത്തെ വെർട്ടിബ്ര തൊട്ട് 7ാമത്തെ വെർട്ടിബ്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു റീജിയനാണ് ഈ സ്കാപ്പുല എന്ന് പറയുന്നത്. ഈ സ്കാപ്പുലയിൽ ഈ ബ്രോഡ് ഭാഗം കൂടാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു റീജിയനോടുണ്ട്. ആ റീജിയനെ അക്രോമിയൻ പ്രോസസ് എന്നാണ് പറയുന്നത്. ദ ഡോർസൽ ഫ്ലാറ്റ് ട്രയാങ്കുലർ ബോഡി ഓഫ് സ്കാപ്പുല ഹാസ് എ സ്ലൈറ്റ്ലി എലിവേറ്റഡ് റിഡ്ജ് കോൾഡ് സ്പൈൻ വിച്ച് പ്രൊജക്ട്സ് ഓൺ ആസ് എ ഫ്ലാറ്റ് എക്സ്പാൻഡഡ് പ്രോസസ് കോൾഡ് അക്രോമിയം. അക്രോമിയം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൻ്റെ സ്കാപ്പുലയുടെ ഒരു തള്ളി നിൽക്കുന്ന ഭാഗത്തിനെയാണ് അക്രോമിയം. ദ ക്ലാവിക്കിൾ ആർട്ടിക്കുലേറ്റ് വിത്ത് ദിസ്. ഇനി മറ്റൊരു ബോൺ നമ്മൾ പറഞ്ഞു ഈ ഭാഗത്തുണ്ടല്ലോ, ആ ബോണിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിലാണ് വരുന്നത്. ഇത് ഈ ബോണ് നമ്മുടെ കൈയുടെ പുറകിലായിട്ടും ക്ലാവിക്കിള് ഫ്രണ്ട് റീജിയനിലാണ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ അക്രോമിയൻ പ്രോസസ്സാണ്. ബിലോ ദ അക്രോമിയൻ ഇസ് എ ഡിപ്രഷൻ കോൾഡ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഈ അക്രോമിയൻ പ്രോസസ്സിൻ്റെയും ഈ ക്ലാവിക്കിൾ വരുന്നതിൻ്റെയും കൂടെ ഇടയ്ക്കുള്ളൊരു ഭാഗത്താണ് ഒരു കുഴിവുണ്ട്. ആ കുഴിവിനെ നമ്മൾ പറയുന്ന പേര്, കുഴിയെ നമ്മൾ പറയുന്നത് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റിക്കുള്ളിലേക്കാണ് നമ്മുടെ കൈയുടെ ഹ്യൂമറസ് കയറി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഹ്യൂമറസിൻ്റെ ഹെഡ് ഭാഗം, ഹ്യൂമറസിൻ്റെ ഈ ഭാഗം ഒരു ബോള് പോലെയാണ് ഇരിക്കുന്നത്. ആ ബോള് ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റിക്കുള്ളിലാണ് കയറിയിരിക്കുന്നത്. അങ്ങനെ അത് ഫ്രീ റൊട്ടേഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് കൈ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റിക്കകത്ത് ഇത് കിടന്ന് കറങ്ങുന്നത് കൊണ്ടാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഈ ക്യാവിറ്റിയുടെ പേരോർത്തിരിക്കുക, ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഇനി മറ്റൊരു ബോൺ നമ്മൾ പറഞ്ഞ ക്ലാവിക്കിളിനെ കുറിച്ച്. ക്ലാവിക്കിൾ നമ്മുടെ വെൻട്രൽ സൈഡിലാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ട് റീജിയനിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന, കഴുത്തിൻ്റെ താഴെ കാണുന്ന 2 എല്ലിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. ഈച്ച് ക്ലാവിക്കിൾ ഈസ് എ ലോങ് സ്ലെൻഡർ ബോൺ വിത്ത് 2 കർവേച്ചേഴ്സ്. ദിസ് ബോൺ ഈസ് കോമൺലി കോൾഡ് ആസ് കോളർ ബോൺ. ഇത് നമ്മുടെ കോളർ വരുന്ന ഭാഗത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? കോളർ ബോൺ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ക്ലാവിക്കിൾ ഈസ് കോൾഡ് ആസ് കോളർ ബോൺ.
അപ്പോൾ നമ്മൾ എണ്ണം നോക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു സ്കാപ്പുല, ഒരു ക്ലാവിക്കിൾ, ഇവിടെ ഉണ്ട് ഒരു സ്കാപ്പുല ആൻഡ് 1 ക്ലാവിക്കിൾ. അപ്പം മൊത്തത്തിൽ നമുക്ക് 4 ബോൺസ് ആണ് പെക്ട്രൽ ഗേർഡിൽ ഉള്ളത്. നെക്സ്റ്റ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്ന ഭാഗം. പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത് ഹൈൻഡ് ലിംസ് അറ്റാച്ച് ചെയ്യുന്ന ഗേർഡിൽസിനെയാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് പറയും. അപ്പോൾ ആ ബോണ് നമ്മുടെ ഇടുപ്പ് ഭാഗത്ത്, ഹിപ്പ് റീജിയനിൽ, നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് കാണുന്ന ഈ ബോണിനെയാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. പെൽവിക് ഗേർഡിൽ ബോൺ ഹെൽപ്പ് ഇൻ ദ ആർട്ടിക്കുലേഷൻ ഓഫ് ദ ലോവർ ലിംബ് വിത്ത് ദ ആക്സിയൽ സ്കെൽറ്റൻ. നമ്മുടെ കാലുകൾ ആക്സിയൽ സ്കെൽറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ബോണിനെയാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. ഫോംഡ് ഓഫ് 2 കോക്സൽ ബോൺസ്. നമുക്ക് 2 ബോൺസ് ഫ്യൂസ് ചെയ്തിരിക്കുന്ന 2 ബോൺസ് ആണ്. ഇവിടെ ഒരു ബോൺ ഫ്യൂസ് ചെയ്തിരിക്കുന്നു, ഇവിടെ ഒരു ബോൺ ഫ്യൂസ് ചെയ്യും. ഓരോ കോക്സൽ ബോൺസ്, ഈ ഒരു പീസ് ഓഫ് ബോൺസ്, ഇത്രയും ഭാഗത്തെ ഒരു ബോണ് നിർമ്മിച്ചിരിക്കുന്നത് 3 ബോണുകൾ കൊണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഒറ്റ പീസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 ബോൺസ്. ആ ബോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇലിയം. ഈ ഭാഗമാണ് ഇലിയം എന്ന് പറയുന്ന ഭാഗം. നെക്സ്റ്റ് ഈസ് പ്യൂബസ്. ഈ ഭാഗത്ത് വരുന്ന റീജിയനാണ് പ്യൂബസ് എന്ന് പറയുന്ന ബോണ്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് ഇഷ്യം എന്ന് പറയും. ഇലിയം, പ്യൂബസ് ആൻഡ് ഇഷ്യം. അങ്ങനെ 3 ബോൺസ് ആണ് ഒരു ഭാഗത്തുള്ള. ഇപ്പുറത്തും 3 ബോൺസ് ഉണ്ട്, പക്ഷേ ഇത് ഫ്യൂസ് ചെയ്ത ഒരൊറ്റ പീസായിട്ടാണ് ഈ ഭാഗത്തിരിക്കുന്നത്. ഈ 2 ഭാഗവും കൂടി ചേർന്നിട്ട് ഇറ്റ് ഫോംസ് ആസ് എ ബേസിൻ ലൈക്ക് അപ്പിയറൻസ്. നമ്മുടെ ഇടുപ്പ് ഭാഗത്ത് ഒരു തളിക പോലെയാണ് ഈ 2 ഭാഗവും കൂടി ചേർന്ന് ഒരു തളിക പോലെയാണ് ഇരിക്കുന്നത്. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ അബ്ഡോമിനൽ അവയവങ്ങളെല്ലാം ഇതിനുള്ളിലായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഈ പെൽവിക് ഗേർഡിൽ നിലകൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഇത് ആരുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും? നമ്മുടെ കാലിലെ ബോണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. കാലിലെ ബോൺ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഫീമർ എന്ന് പറയുന്ന തൈ ബോൺ ഇതിനുള്ളിലേക്ക് ഇരിക്കും. അപ്പോൾ ഈ ബോൺസിൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ 3 ബോൺ, അതായത് ഇലിയം, ഇഷ്യം, പ്യൂബസും കൂടെ ചേരുന്ന ഭാഗത്തായിട്ട് ദർ ഇസ് എ ക്യാവിറ്റി. ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് അസറ്റാബുലം എന്ന് പറയും. അസറ്റാബുലം. ഈ അസറ്റാബുലത്തിൻ്റെ ഉള്ളിലേക്കാണ് ഈ ഭാഗവും അസറ്റാബുലം ഉണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ തൈ ബോൺസ് കയറി ഇരിക്കുന്നത്. തൈ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ ബോണുകൾ ഇതിനുള്ളിലാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, ജോയിൻ ചെയ്ത് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം അല്ലേ, തൈ ബോണിൻ്റെ ഹെഡ് റീജിയൻ റൗണ്ടഡ് സ്ട്രക്ചറാണ്. ആ റൗണ്ടഡ് സ്ട്രക്ചർ ഈ ക്യാവിറ്റിക്കകത്ത് എൻ്റർ ചെയ്ത് ഇരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്ന ഈ ഇലിയം, ഇഷ്യം, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന ഒരു ബോണാണ് പ്യൂബസ് എന്ന് പറയുന്ന ബോൺ. ഈ പ്യൂബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ പ്യൂബസ് ബോൺ ഓഫ് ദ 2 സൈഡ്സ് ആർട്ടിക്കുലേറ്റ് അറ്റ് ദ മിഡ് ലൈൻ ആൻഡ് ഫോംസ് ദ പ്യൂബിക് സിംഫൈസസ്. ഇത് ബാക്കിലായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ബേസിൻ പോലെയാണ് ഇരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നാണ് ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിലാണ് ഈ പ്യൂബിക് ബോൺ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്യൂബിക് ബോണുകൾ, 2 വശത്തെ പ്യൂബിക് ബോണുകൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ആ ജോയിൻ ചെയ്യുന്ന റീജിയനെ പറയുന്ന പേരാണ് പ്യൂബിക് സിംഫൈസസ് എന്ന് പറയും. ആ പ്യൂബിക് സിംഫൈസസിൽ ഒരു കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജിൻ്റെ ഒരു ചെറിയ മൂവ്മെൻ്റ് അവിടെ ഉണ്ട് താനും. അപ്പോൾ ഇതാണ് പെൽവിക് ഗേർഡിൽ. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ 3 ബോൺസ് ഇവിടെയും 3 ബോൺസ് ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇതൊരൊറ്റ ബോണായിട്ടാണ് കരുതുന്നത്, ഇതും ഒരൊറ്റ ബോണായിട്ടാണ് കരുതുന്നത്. അങ്ങനെ 2 ബോണായിട്ടാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ പറയുന്നത്. അപ്പോൾ പെക്ട്രൽ ഗേർഡിൽ 4 ബോൺസും പെൽവിക് ഗേർഡിൽ 2 ബോണും. അങ്ങനെ നമ്മൾ എത്ര ബോൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു? 206 ബോൺസ്. നമ്മളൊരു ഫ്ലോ ചാർട്ടായിട്ട് അത് എഴുതിയിട്ടാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 80 ബോൺസ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റനിലും 126 ബോൺസ് ഉണ്ട് അപ്പൻഡിക്കുലർ സ്കെൽറ്റനിലും. ഇത്രയാണ് നമ്മുടെ 206 ബോൺസ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നമ്മുടെ ഓരോ ബോണിൻ്റെ പേരുകൾ പഠിച്ചു വെക്കുക, അതെവിടൊക്കെയാണ് കാണുന്നതെന്നും അതിൻ്റെ നമ്പേഴ്സും പഠിച്ചു വെക്കുക. ഓക്കെ.